ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ UDF അട്ടിമറി വിജയം നേടുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ജോസഫ് ടാജറ്റിൻ്റെ അടുത്താണ്. കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം നമ്മോടിപ്പോൾ. ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായും ഒരു അട്ടിമറി വിജയം തന്നെ ഞങ്ങളെ സംബന്ധിച്ച് തൃശ്ശൂരിലുണ്ടാകും. കഴിഞ്ഞ 10 വർഷക്കാലമായി ഞങ്ങൾക്ക് ഓരോ MLA-മാരാണ് ലഭിച്ചിരുന്നത്. അന്ന് ഇടതുപക്ഷത്തിന് ഗുണകരമായ ചില ഘടകങ്ങളുണ്ടായിരുന്നു. തീർച്ചയായും ആ ഘടകങ്ങളൊക്കെ ഈ പ്രാവശ്യം UDF-ന് അനുകൂലമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ജില്ലയെ സംബന്ധിച്ച് സംസ്ഥാനത്ത് UDF-ൻ്റെ വലിയ തിരിച്ചുവരവ് പറയുമ്പോഴും ജില്ലയെ സംബന്ധിച്ച് പറയുന്നവരൊക്കെ പ്രവചിക്കുന്നവർ അത്ര വലിയൊരു വിജയമല്ല. പക്ഷേ ആ പ്രവചനങ്ങളെ മുഴുവൻ തെറ്റിക്കും വലിയൊരു വിജയം തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞങ്ങൾക്കുണ്ട്. ജില്ലയിൽ എത്ര സീറ്റുകൾ നേടാനാവുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ? ഞാനങ്ങനെ ഒരു നമ്പറായിട്ട് പറയുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അട്ടിമറി വിജയമുണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ച് ചാലക്കുടി ആയാലും അതുപോലെ ഇരിങ്ങാലക്കുട, തൃശ്ശൂർ, മണലൂർ, ഗുരുവായൂർ എന്നുവേണ്ട അങ്ങനെ ഞങ്ങൾക്ക് ആശങ്കകളില്ലാത്ത നിരവധി സീറ്റുകളാണ്. പിന്നെ കുന്നംകുളവും അതുപോലെ തന്നെ കയ്പമംഗലവും പുതുക്കാടും ഒക്കെ മിറാക്കിൾസാണ്. അവിടെയൊക്കെ ചില ഘടകങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി മാറിയാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറ്റവും ചെറുപ്പക്കാരൻ സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. അതുമാത്രമല്ല അവിടെ അനുകൂലമായ പല സാഹചര്യങ്ങൾ ഇന്നുണ്ട്. അതുകൊണ്ട് കൊടുങ്ങല്ലൂരിൽ ഞങ്ങൾക്ക് ആശങ്കയില്ല. വടക്കാഞ്ചേരിയും അതേ രീതിയിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറി, അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന വൈശാഖാണ്. അതൊക്കെ ഞങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് മാത്രമല്ല തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഒരു വലിയ റിസൾട്ടല്ലേ. നമുക്ക് കോർപ്പറേഷൻ കിട്ടിയത് മാത്രമല്ല 39 പഞ്ചായത്തുകൾ, ബാക്കിയുള്ള പഞ്ചായത്തുകളിലെ വോട്ടിൻ്റെ കണക്കെടുത്താൽ ഞങ്ങൾക്ക് 53 പഞ്ചായത്തിൽ ഞങ്ങൾക്കാണ് മേധാവിത്വം 86-ൽ. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഞങ്ങളുടെ പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തിൻ്റെ തേരിലേറിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വലിയ വിജയം ലഭിക്കും. സാധാരണയിൽ വിട്ട് ഇത്തവണ കിറ്റ് വിവാദം, സാരി വിവാദം, അതുപോലെ രൂപ കൊടുക്കുന്ന വിവാദം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായി. ഇത് UDF-നെ സംബന്ധിച്ച് എങ്ങനെയാണ് പ്രതിഫലിക്കുക? ഞങ്ങളെ സംബന്ധിച്ച് ഇതിൽ വലിയ ആശങ്കയുണ്ട്. കാരണം ഒരു വ്യത്യസ്തമായൊരു സംസ്കാരമാണ് BJP കൊണ്ടുവന്നത്. ഇതിനൊക്കെ വോട്ടിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് മലയാളികളുടെ മനസ്സിലേ ഇല്ല. അതൊരു നമ്മളൊക്കെ കേട്ടിട്ടുള്ളൂ, നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഒരു സംസ്കാരമാണ്. അതിൻ്റെ പേരിലൊന്നും ഇപ്പോൾ തൃശ്ശൂരിലാണ് 2 സ്ഥലത്ത് കിറ്റ് പിടിച്ചത്, അതുപോലെ വാടാനപ്പള്ളി, മണലൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. ഇതുകൊണ്ടൊന്നും ജനാധിപത്യ കേരളത്തിൻ്റെ മനസ്സിനെ അട്ടിമറിക്കാൻ BJPക്ക് ആവില്ല. വോട്ടർമാരൊന്നും ഇത്തരം കാര്യങ്ങൾ കാണിച്ചാൽ അതിൽ പെട്ടുപോകുന്നവരല്ല. ഇവർ ജനാധിപത്യ ബോധ്യമുള്ളവരാണ്, മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ നീക്കം BJPക്ക് വൻ തിരിച്ചടിയാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതുപോലെ തന്നെ ഇന്ന് മണലൂരിൽ ഒരു അക്രമമായിട്ട് ബന്ധപ്പെട്ട സംഭവം ഉണ്ടായി. ഈ അക്രമത്തിൻ്റെ പാതയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ നീങ്ങുന്നു എന്നൊരു ദുഃഖകരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതേപ്പറ്റി എന്താണ്? ആ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഇലക്ഷൻ കമ്മീഷനല്ലേ. ഇലക്ഷൻ കമ്മീഷൻ സത്വര നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വാടാനപ്പള്ളി കിറ്റ് പിടിച്ചു, മണലൂരിൽ കിറ്റ് പിടിച്ചു, കാച്ചേരിയിൽ കിറ്റ് പിടിച്ചു, ഇവിടെയൊക്കെ ഒരു സത്വര നടപടി, നീതിപൂർവമായ ഒരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ ആരും ഇതിന് മുതിരില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ചയാണ്. പോലീസ്, ആ ചിത്രം കണ്ടാൽ അറിയാലോ, പോലീസ് നോക്കുകുത്തിയായിട്ട് നിൽക്കുന്ന പോലീസിനെ ചട്ടുകമാക്കിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരം ഉപയോഗിച്ച് പോലീസിനെ വരുതിയിലാക്കിയിരിക്കുന്നു. അവർ പറയുന്ന പോലെ ചെയ്യണം. ഒരു മുൻ MP, 3 പ്രാവശ്യം MLA ഇനി ഇതൊക്കെ മാറ്റിവെക്കുക. മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയല്ലേ, അദ്ദേഹത്തെ തടയുക പരസ്യമായി. അതിൻ്റെ ഉള്ളിലുള്ള പ്രിസൈഡിങ് ഓഫീസറോ ആരും തന്നെ അതിൽ ഇടപെടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രയോ അപകടകരമായ ഒരു രീതിയിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ സംവിധാനം പോയി എന്നുള്ളതാണ്. അപ്പോൾ BJPക്ക് ഇത്തരത്തിലുള്ള ആ ഒരു അക്രമമൊക്കെ ഉണ്ടാക്കിയാൽ വലിയ ലക്ഷ്യമാണ്. കണ്ടശാങ്കടവാണ് മേഖല. അവിടെ പോൾ ചെയ്യുന്ന വോട്ടിൽ 60 to 70% കോൺഗ്രസ് വോട്ടേഴ്സാണ്. ആ വോട്ട് അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ വോട്ട് ചെയ്യാൻ വരില്ലല്ലോ, സ്വാഭാവികമല്ലേ. ഒരു സ്ഥലത്ത് പ്രശ്നം നടന്നാൽ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർ പിന്നെ അതിന് പോവില്ല. അതായിരുന്നു അവരുടെ ലക്ഷ്യം. സ്ഥാനാർത്ഥിയെ തന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ആരാണ് വോട്ട് ചെയ്യാൻ വരിക? അപ്പം അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ചയാണ്. അത് ശരിയായ നടപടിയല്ല. ഇത്
BJP RSSന്റെ അജണ്ടയാണ്. ആ അജണ്ട തൃശ്ശൂരിൽ നടപ്പിലാവില്ല, അതിൽ യാതൊരു സംശയം. ഈ ഇലക്ഷൻ കമ്മീഷന്റെ നിസ്സംഗതയ്ക്കെതിരെ ഇന്നലെ ഇടതുപക്ഷം ഒരു സമരമുറ ആവിഷ്കരിക്കുകയുണ്ടായി. അതുപോലെ ഏതെങ്കിലും സമരമുറയ്ക്ക് UDF തയ്യാറാവുന്നുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ആ ഇൻസ്റ്റന്റിൽ ഞങ്ങൾ പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വാടാനപ്പള്ളിയിൽ ഞങ്ങളല്ലേ അവിടെ ത്രൂ ഔട്ട് രാവിലെ 10 മണി മുതൽ ഞങ്ങൾ വൈകിട്ട് 5 മണി വരെ ഇരുന്നത്. ഞങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ ഞങ്ങൾ ഇടപെടേണ്ട കാര്യങ്ങളിൽ മുഴുവൻ വലിയ ഇടപെടൽ UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ കൂടെ പറയണു, തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഞങ്ങൾക്ക് വലിയ ഊർജമാണ്, ആത്മവിശ്വാസമാണ്. അത് കൈമുതലാക്കിയിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തകർ വലിയ അച്ചിട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. അതിൻ്റെ ഒരു ഫലം ഞങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. വൻ അട്ടിമറി വിജയം തൃശ്ശൂർ ജില്ലയിലുണ്ടാകും. അട്ടിമറി വിജയം UDFന് കൈവരിക്കാനാകുമെന്നാണ് DCC അധ്യക്ഷൻ നമ്മോട് പറയുന്നത്. തൃശ്ശൂർ DCCയിൽ നിന്നും ക്യാമറാമാൻ റോയ്ക്കൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്.